ഹലോ ഓൾ, എല്ലാവർക്കും പൾപ്പിറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. KVS NVS നിങ്ങളിപ്പം ഏറ്റവും കൂടുതൽ റീസെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ സിലബസും കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ടൈം ആയിരിക്കും. December 4 വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ് ഉണ്ട്. അതിനുള്ളിൽ അപ്ലൈ ചെയ്യണം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ എക്സാം നടക്കുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കോമ്പീറ്റന്റ് ഫീസിൽ, അതായത് നമുക്കിനി 2-3 മാസമാണ് ഇതിന് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പം നമ്മളൊരു വലിയ ബൾക്ക് കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ വലിയൊരു ഫീസിന് മേ ബി നമ്മളത് പഠിച്ചു തീരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പൾപ്പിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം ഒള്ളി ബാച്ച്, ടയർ 1 വേണ്ടിയിട്ട് ഒരു എക്സാം ഒള്ളി ബാച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്. December 10 നമ്മുടെ എക്സാം ഒള്ളി ബാച്ച് തുടങ്ങുന്നത്. അതായത് 15 മോഡൽ എക്സാം, നിങ്ങൾ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഇംഗ്ലീഷ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. 15 മോഡൽ എക്സാംസ് നിങ്ങൾക്ക് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്ന, കമ്പ്യൂട്ടറും GKയും ഇംഗ്ലീഷ് കോമ്പിറ്റൻസിയും ഒക്കെ വരുന്ന, ഏറ്റവും പൊട്ടൻഷ്യൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന 15 മോഡൽ എക്സാംസ് വരുന്ന എക്സാം ഒള്ളി ബാച്ച് ആണ് December 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ തുച്ഛമായ ഫീസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ 15 മോഡൽ എക്സാംസും എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ മോഡൽ എക്സാംസിന്റെ കൂടി നമ്മൾ എക്സ്പ്ലനേഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ എങ്ങനെയാണ് ഈ ആൻസർ കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്ന എക്സ്പ്ലനേഷൻസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടയർ 1 എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മേ ബി കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് സ്റ്റേജിലാണെങ്കിലും നിങ്ങളെ ആ ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു എക്സാം ഒള്ളി ബാച്ച് ആണ് നമ്മൾ ടയർ 1 സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഫൈനൽ റിവിഷൻ ആയിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് പഠിക്കണം, എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 15 മോഡൽ എക്സാംസ് ആണ്. ഡീറ്റെയിൽഡ് റാങ്ക് ലിസ്റ്റ് ഒക്കെ നമ്മൾ ഇടും. അപ്പം എവിടെ നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന 1499 രൂപയുടെ എക്സാം ഒള്ളി ബാച്ചാണ് നമ്മൾ December 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് NVSൻ്റെയും KVSൻ്റെയും ആ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ട് ആയതും തൊട്ട് നമുക്ക് വന്ന എൻക്വയറി ആണ് ഇംഗ്ലീഷിൽ ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ഇപ്പം നമ്മൾ കൊളേജിയേറ്റ് കൂടി ചെയ്യുന്ന ഒരു ആപ്പ് ആയതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് സ്വന്തമായിട്ടൊരു മെൻറ്റർ ഉണ്ട്. മെൻറ്റർ നിങ്ങളെ എങ്ങനെ അങ്ങേയറ്റം സ്കോർ ചെയ്യണം. നിങ്ങൾക്കറിയാം 4 മാർക്കാണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. അത് നിസ്സാരമല്ല, 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഡീറ്റെയിൽഡ് ടയർ 2 എക്സാം പാറ്റേൺ അറിയായിരിക്കും. 60 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിലെ 60 ക്വസ്റ്റ്യൻസ് MCQ ആണ്. പിന്നത്തെ 10 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ചിട്ടാണ്. 10 ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ്. അപ്പം നമ്മൾ MCQവും ഡിസ്ക്രിപ്റ്റീവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കണക്ക് ഒരു ഡീറ്റെയിൽഡ് ടയർ 2 ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് December 20 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ തമ്മിലൊരു 10 ദിവസത്തിന്റെ വ്യത്യാസം ഉള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടയർ 1 ആണ്. ബിക്കോസ് ടയർ 1 ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടയർ 2 ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. സോ അത് 2499 2499 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ടയർ 2 ഇംഗ്ലീഷ് അവൈലബിൾ ആവുന്നത്. നിങ്ങൾക്ക് ലൈവ് കാണും, ആഴ്ചയിൽ 2 ലൈവ് കാണും. നല്ല നീറ്റായിട്ടാണ് നമ്മൾ കോഴ്സ് നടത്തുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, നോട്ട്സ് ഉണ്ടായിരിക്കും. മേജർ ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്ത് ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ ആണ്. ബിക്കോസ് നമ്മുടെ ഫ്രണ്ടിലുള്ള സമയം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അവിടെ ഒരു വലിയൊരു ബൾക്ക് കോഴ്സ് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. ഒരു 360-400 മണിക്കൂറുള്ള ഒരു കോഴ്സ് കൊണ്ടുവന്ന് ഇനിയത്തെ ഈ ഒരു ടൈം സ്കെഡ്യൂളിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. സോ ഉള്ള ദിവസങ്ങൾ, അതായത് ആഴ്ചയിൽ നിങ്ങൾക്ക് 2 ലൈവ് തൊട്ട് 3 ലൈവ് വരെ വരാം. ലൈവിൽ നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ട് കൃത്യമായിട്ട് പോർഷൻസ് തീർക്കുന്ന മെത്തേഡിലാണ് ടയർ 2 ഇംഗ്ലീഷിന്റെ ബാച്ച് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ഇംഗ്ലീഷ് പേപ്പർ 1, അതായത് ടയർ 1ഉം ടയർ 2ഉം കൂടി എടുക്കുന്നവർക്ക് 4000 റുപ്പീസിന് 4000 രൂപയ്ക്ക് നമ്മുടെ 15 മോഡൽ എക്സാമും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേപ്പർ 2 പ്രിപ്പറേഷനും അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റ് സബ്ജക്റ്റിലുള്ളവർക്ക് എക്സാം ഒള്ളി ബാച്ച് 1499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് 15 എക്സാംസ് റിഗറസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നിലവിൽ ലൈവുകൾ ഓഫർ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഉറപ്പായിട്ടും സാധാരണ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു തവണ ഭാഗമാവുന്നവർക്കറിയാം, നമ്മൾ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏരിയ ടഫാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീക്കിലി ഒരു ലൈവ് ഒക്കെ വേണമെങ്കിൽ ജനറൽ പേപ്പറിന് ടയർ 1 വെച്ച് തരാവുന്നതാണ്. അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് അപ്പാക്കാവുന്നതാണ്. ഓക്കെ, ടയർ 1 100 ക്വസ്റ്റ്യൻ ആണ്, 300 മാർക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണയൊക്കെ ഹിന്ദിയിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഹിന്ദി മാൻഡേറ്ററി അല്ല.
എസ്പെഷ്യലി ഇംഗ്ലീഷിന് അതൊരു പ്രശ്നമായിട്ടേ വരുന്നില്ല. ബിക്കോസ് ഇന്റർവ്യൂവിന്റെ ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. സോ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഹിന്ദി ഒരു ഇഷ്യൂ ആയിട്ടേ വരുന്നില്ല. എക്സാമിന് നമുക്ക് മലയാളം ഉൾപ്പെടെ ചൂസ് ചെയ്യാനുള്ള അവസരവും ഉണ്ട്. സോ 100 ക്വസ്റ്റ്യൻസിനാണ് ടയർ 1 എക്സാം ഉള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടയർ 1 ആണ്. എല്ലാ സബ്ജക്റ്റുകാരോടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടയർ 1 ആണ്. ഓക്കെ, പിന്നീട് നവംബർ 14 തൊട്ട് തുടങ്ങിയ ആപ്ലിക്കേഷൻ വിൻഡോ ആണ്. ലാസ്റ്റ് ഡേറ്റ് December 4 ആണ്. ആ കറക്റ്റ് സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ടയർ 1 PGTക്കും TGTക്കും ഒരേ സിലബസ് ആണ്. ഒറ്റ എക്സാം ആണോ എന്ന് നമുക്ക് ഇതുവരെ കൺഫേം ആയിട്ടില്ല. സോ നിങ്ങൾക്ക് ഈ ടയർ 1 അറ്റ് എ ടൈം നവോദയ വിദ്യാലയത്തിലും ജവഹർ നവോദയ വിദ്യാലയത്തിലും ഇത് റെസിഡൻഷ്യൽ ആണെന്ന് ഓർക്കുക. ഒപ്പം കേന്ദ്രീയ വിദ്യാലയങ്ങളിലും അപ്ലൈ ചെയ്യാം. പരീക്ഷ ടയർ 1 കോമൺ ആണ്. ലാസ്റ്റ് ടൈം നെഗറ്റീവ് ഇല്ലായിരുന്നു, അതുപോലെ തന്നെ ഒറ്റ എക്സാമേ ഉള്ളായിരുന്നു. അതൊക്കെ ഇത്തവണ മാറിയിട്ടുണ്ട്. നെഗറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം 2 ടയർ എക്സാം ആണ് നടക്കുന്നത്. ലാംഗ്വേജ് ഇഷ്യൂ ഇല്ല ഇത്തവണ. ഹിന്ദി അങ്ങനെ മാൻഡേറ്ററി ആണെന്ന് പറയുന്നില്ല. 1465 ഒഴിവാണ് KVS PGTക്ക് ഉള്ളത്. ഇംഗ്ലീഷിൽ സ്പെസിഫിക് ആയിട്ട് 164 വേക്കൻസി ഉണ്ട്. അതിൽ 68 തന്നെ ജനറലാണ്. ജനറൽ 68 വേക്കൻസി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ HSA പഠിച്ച് HSSTക്ക് പ്രിപ്പയർ ചെയ്ത് കൊളേജിയേറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. സോ സബ്ജക്റ്റുമായിട്ട് നല്ല ടച്ചിൽ നിൽക്കുന്ന സമയമാണ്. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനെ എയ്ഡ് ചെയ്യും. ഒറ്റ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്. നമ്മളിപ്പോൾ ഒരു തവണയും നമ്മുടെ കുട്ടികളോട് പറയാറില്ല, നിങ്ങൾ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ. ഒന്നിൽ നന്നായിട്ട് പഠിച്ചിട്ട് വരുന്ന എക്സാംസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്യാനാണ് നമ്മൾ അവരോട് പറയുന്നത്. സോ ഇവിടെ NVSന്റെ PGTയിൽ ഇംഗ്ലീഷിന് 62 വേക്കൻസി ഉണ്ട്. ടോട്ടൽ ഓവറാൾ ജനറൽ ആണ് 62 വേക്കൻസി എങ്കിൽ ടോട്ടൽ 146 ആണ് വേക്കൻസി വരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 300 അടുപ്പിച്ച് PGT തന്നെ രണ്ടിടത്തും കൂടി വേക്കൻസി വരുന്ന കാണുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും എഴുതണോ വേണ്ടയോ, ഹിന്ദി അറിയത്തില്ല, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസ് എഴുതത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. സോ അവരോടാണ്, നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, അത് നമ്മൾ കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടുന്ന ബേസിക് സപ്പോർട്ട് നമ്മൾ തരും. അത് ഈ ഒരു 15 മോഡൽ എക്സാംസിന്റെ തന്നെ നിങ്ങൾ റിഗറസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം മാന്യമായ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റും. ടയർ 1 ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ടയർ 2 നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെയാണ് ക്ലാസ് തരുന്നത്. ഇപ്പം HSSTയും കൊളേജിയേറ്റും പോലെ എക്സ്ട്രാ ഡീറ്റെയിൽ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും സഫീഷ്യൻ്റ് ആയ രീതിയിൽ മൊഡ്യൂൾ വൈസ് നിങ്ങൾക്ക് ലൈവുകൾ വരും. ഒരു മൊഡ്യൂളിൽ എവിടെ പഠിക്കണം, ഏതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തുടങ്ങി വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ കോഴ്സ് നടത്തുന്നത്. December 4 മുൻപ് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ PGTക്ക് ഭയങ്കര ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ HSST സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, 43 വയസ്സായി, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്, ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവരോടൊക്കെയാണ് 40 വയസ്സാണ് നമ്മുടെ NVS KVSന്റെ PGTയുടെ ഒരു ഏജ് ലിമിറ്റ്. പക്ഷേ സ്ത്രീകൾക്ക് 10 വർഷം ഇളവുണ്ട്. സോ നമുക്ക് 50 വയസ്സ് വരെ എഴുതാം. അപ്പോൾ പലരെ സംബന്ധിച്ചും ലാസ്റ്റ് ചാൻസ് ആയി, അല്ലെങ്കിൽ ഇനി എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയോടാണ്. നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. വിമൻ ആണെങ്കിൽ 50 ഇയേഴ്സ് വരെ എഴുതാൻ പറ്റും. ഏതാണ്ട് 50,000 തൊട്ട് 1.5 ലക്ഷം രൂപ വരെ സാലറി ഉണ്ട്. CTET വേണ്ട, PGTക്ക് CTET വേണ്ട. ഓക്കെ, പ്രധാനമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകളാണ് അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്ക് PGTക്ക് CTET വേണ്ട, TGTക്കാണ് എന്ത് വേണ്ടത്, CTET വേണ്ടത്. ഓക്കെ ആണേ. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനും പഠിക്കാനും എഴുതാനും യാതൊരു ബാരിയേഴ്സും മുന്നിൽ വേണ്ട. ഹിന്ദി അറിയണമെന്ന് നിർബന്ധവും ഇല്ല. ഓക്കെ, TGTയെ സംബന്ധിച്ച് നമ്മളൊരു 35 ഇയേഴ്സിന്റെ ഇടയ്ക്കായിരിക്കണം. CTET വേണം. ഡിഗ്രി പ്ലസ് BEd ആണ് ഒരു മിനിമം യോഗ്യതയായിട്ട് പറയുന്നത്. ഓക്കെ, രണ്ടിനും 2 ടയർ എക്സാം ആണ്. അതിൽ ഈ ടയർ 1 TGTക്കും PGTക്കും എല്ലാം കോമൺ ആണ്. അത് ക്വാളിഫൈഡ് ആവണം. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് December 10 തന്നെ ടയർ 1 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടയർ 1ന്റെ 15 മോഡൽ എക്സാംസ് ആണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. ഇനി ടയർ 1 എന്ന് പറയുമ്പോൾ എന്തുവാണ് എന്നുള്ളൊരു ഡൗട്ട് വരാം. ബിക്കോസ് നമ്മൾ ജനറൽ PS എഴുതിയ പാറ്റേൺ അല്ല. ടയർ 1 റീസണിങ് 20 ക്വസ്റ്റ്യൻ ഉണ്ട്. 20 ക്വസ്റ്റ്യൻ റീസണിങ് ഉണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ ഈ പേടിക്കുന്ന കണക്കൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ 15 മോഡൽ എക്സാംസ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കിട്ടാവുന്ന അത്രയും മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉള്ള ഒരു മെത്തേഡാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. GK ഇപ്പം HSSTക്കും HSAക്കും ഒക്കെ പഠിച്ച് നമുക്ക് അറിയാവുന്നത് പ്ലസ്
കുറച്ച് കോമൺ ആയിട്ടുള്ള ഇന്ത്യൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്ന GK, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള GK ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇംഗ്ലീഷ് നമ്മുടെ സ്വന്തം ഏരിയ ആണ്. ഗ്രാമറിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലാംഗ്വേജ് കോമ്പീറ്റൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്ട്, അത് മലയാളം ആണെങ്കിൽ മലയാളം, അവിടെ കോമ്പീറ്റൻസ് ആണ് നോക്കുന്നത്, അറിവല്ല. ആ വ്യത്യാസം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ എന്താണ് പേടിക്കേണ്ട യാതൊരു ഘടകവും ഇല്ല. റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും കൂടി ഒരു 40 ക്വസ്റ്റ്യൻ കാണും. അത് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റീസണിങ്ങിൽ നിന്നും ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നും തന്ന് സെറ്റ് ചെയ്തോളാം. അതിൽ നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ മോഡൽ എക്സാംസ് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. നിങ്ങളത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ടയർ 1 നിങ്ങൾ മോഡൽ എക്സാം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നെഗറ്റീവ് ഉണ്ട്, 1 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാം 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് എങ്കിൽ അതിലൊരു മാർക്ക് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വന്നാൽ 1 മാർക്കാണ് കുറയുന്നത്. ടയർ 1 മോഡൽ നമ്മൾ പറയുന്ന കണക്കത്തുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ടയർ 2 60 എണ്ണം ഒബ്ജക്റ്റീവും 10 ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവും ആണ്. 10 ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ആൻഡ് കൊളേജിയേറ്റിന് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇപ്പോൾ ഒരു സൗണ്ട് ബേസ് ആയിട്ടുണ്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, പോസിബിൾ ക്വസ്റ്റ്യൻ പൂൾ ഏതൊക്കെയാണ് തുടങ്ങി വളരെ ഇപ്പം ടയർ 1 നമ്മൾ ഒരു മോഡൽ എക്സാമിനേഷൻ മാത്രമുള്ള ബാച്ച് ആണെങ്കിൽ ടയർ 2 അങ്ങനെയല്ല. ടയർ 2 ഡീറ്റെയിൽഡ് ബാച്ചസ് ആണ്. നമ്മൾ മൊഡ്യൂൾ വൈസ് തന്നെ പോർഷൻസ് കവർ ചെയ്യും, നോട്ട് തരും, നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിക്കും, എക്സാംസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന ബാച്ചസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വളരെ കോമ്പീറ്റൻറ്റ് ഫീസിലാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അത് ഇത്ര ദിവസമേ നമ്മുടെ ഫ്രണ്ടിൽ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, പിന്നീട് ടയർ 2 ആണ് നിങ്ങളുടെ ഫൈനൽ മാർക്ക്, അതായത് ഫൈനൽ സെലക്ഷനെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും കുറയ്ക്കാൻ ഒക്കത്തില്ല. എങ്കിലും നിങ്ങളുടെ ഫോക്കസ് ടയർ 1 കൊടുക്കാനാണ് പറയാനുള്ളത്. ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂടി ബാധിക്കുന്ന ഘടകമാണ്. സോ പൾപിറ്റ് എക്സാം ഉള്ളി ബാച്ചസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസിനും, അതായത് എല്ലാ സബ്ജക്റ്റിലെയും സ്റ്റുഡൻസിനും നമ്മുടെ ടയർ 1 എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. 15 മോഡൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇന്റൻസീവ് മൊഡ്യൂൾ വൈസ് ലൈവ്, ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഒരു ലൈവോ ഒരു റെക്കോർഡിങ്ങോ അവൈലബിൾ ആക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ നമ്മൾ സപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഓറിയന്റേഷൻ സെഷൻസ് വെക്കാം, എവിടൊക്കെ പഠിക്കണം, GK തന്നെ ഏതൊക്കെ നോക്കണം, കറണ്ട് അഫെയർ നോക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓറിയന്റേഷൻ വെക്കാം. അതുപോലെ തന്നെ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ പൂളും നിങ്ങൾക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വീക്കിലി GK അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻ ആപ്പിലും അവൈലബിൾ ആക്കാവുന്നതാണ്. ഏതാണ്ട് 3000 ക്വസ്റ്റ്യൻസിന്റെ ഒരു പാക്കേജുമായിട്ടാണ് ടയർ 1 വേണ്ടി പൾപിറ്റ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഈ 3000 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം. പിന്നീട് ടയർ 1 എല്ലാ സബ്ജക്റ്റിനും നമ്മൾ 1499 എന്നുള്ള റേറ്റിനാണ്, ഓഫറിലാണ് ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടയർ 2 ഇംഗ്ലീഷ് 2500, 1 രൂപയുടെ വ്യത്യാസമാണ്. 2499 രൂപയ്ക്കാണ് ടയർ 2 ഇംഗ്ലീഷ് അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, ടോട്ടൽ 4000 ആണ്. ഏർലി ബേർഡ് ഓഫറായിട്ട് നിങ്ങൾക്ക് 3499 രൂപയ്ക്ക് ഇംഗ്ലീഷിലെ സ്റ്റുഡൻസിന് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ബൈ ചെയ്യാവുന്നതാണ്. ടയർ 2 ഇന്റൻസീവ് ട്രെയിനിങ് തന്നെയാണ്, ലൈവാണ്, ടോട്ടൽ ലൈവാണ്. സാധാരണ നമ്മുടെ പൾപിറ്റിന്റെ കോഴ്സസ് ലൈവും റെക്കോർഡിങ്ങും ആണ്, റെക്കോർഡിങ്സ് ആണ് കൂടുതൽ. പക്ഷേ ഇത് ഇന്റൻസീവ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, സോ ടയർ 1 എക്സാം ഉള്ളി ബാച്ച് നമ്മൾ ഡിസംബർ 10 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് എക്സ്പ്ലനേഷൻ വീഡിയോസും കുഞ്ഞി ടൈനി നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. വീക്ക്ലി ഡൗട്ട് ക്ലിയറൻസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ടയർ 2 ഇന്റൻസീവ് പ്രാക്ടീസ് സെഷൻസും അവൈലബിൾ ആവും. ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ എഴുതുന്ന തെറ്റൊക്കെ തിരുത്തി തന്നെ നിങ്ങൾക്ക് മെന്റർ തരും. മൊഡ്യൂൾ വൈസ് ലൈവ് സെഷൻസ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും. 2000+ MCQസും എല്ലാം കൂടിയാണ് 2499 എന്ന് പറയുന്ന റേറ്റിന് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. ബാച്ച് 1 ഓപ്പൺ ആണ്, അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് ദിവസമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കുക. ബിക്കോസ് നമ്മുടെ ഫ്രണ്ടിലുള്ള ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഡെയിലി ഒരു 2 hour സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസത്തിൽ ഒരു മോഡൽ എക്സാം എഴുതാവുന്നതാണ്. പിന്നെ 2-3 ദിവസം എടുത്ത് ആ മോഡൽ എക്സാം വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ ആഴ്ചയിൽ ഒരു 2-3 മോഡൽ എക്സാംസ് വെച്ച് എഴുതിയാൽ തന്നെ ഇനി വരുന്ന എക്സാം ആവുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. അത്രയും ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. സോ താഴെ കാണുന്ന കമ്മ്യൂണിറ്റി ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം അവിടെ ഷെയർ ചെയ്യും. താങ്ക് യു.